ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളുടെ പരമ്പരയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. 200 വരെയുള്ള ചോദ്യങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഏവരും കാണാൻ ശ്രമിക്കുക. 201-ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി മാനേജ്ഡ് ബൈ ഇന്ത്യൻസ്. ദ ഫസ്റ്റ് ബാങ്ക് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ഔദ് കൊമേഴ്സ്യൽ ബാങ്കാണ് ലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് ആരംഭിച്ച ആദ്യ ബാങ്ക്. ഔദ് കൊമേഴ്സ്യൽ ബാങ്കാണ് പൂർണ്ണമായും ഇന്ത്യൻ മാനേജ്മെന്റിൽ ആരംഭിച്ച ലിമിറ്റഡ് ലയബിലിറ്റിയായി ആരംഭിച്ച ബാങ്ക്. 1881 ആരംഭിച്ചത്. ക്യാഷ് ഇൻ ഹാൻഡ് ഓൾവേസ് ഷോസ് ഡാഷ് ബാലൻസ്. ക്യാഷ് ഇൻ ഹാൻഡ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. എ കമ്പനി ക്യാൻ ഇൻവെസ്റ്റ് മണി ഇൻ അനദർ കൺട്രി ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ്. ഒരു കമ്പനിക്ക് മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അത് പ്രതിപാദിച്ചിരിക്കേണ്ടതാണ്. ഡംപിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡംപിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മോണോപോളിസ്റ്റിക് പ്രാക്ടീസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഡംപിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് പ്രൈസിനേക്കാൾ വില കുറച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പ്രൊഡക്ട്സ് വിറ്റഴിക്കാനും മാർക്കറ്റ് പിടിക്കാനും വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. മാർക്കറ്റ് കോമ്പറ്റീഷൻ ഒഴിവാക്കി കിട്ടിയാൽ പ്രൈസ് ഹൈക്ക് ചെയ്ത് നഷ്ടം വന്ന തുക തിരികെ ഈടാക്കുകയും ചെയ്യുന്നു. അക്കൗണ്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് മാച്ചിങ് റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂവും വരുമാനവും കോസ്റ്റും തമ്മിലുള്ള മാച്ചിങ് പ്രോസസ്സാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നു. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻക്ലൂഡ് വൈൽ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ടോട്ടൽ ലയബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് ഇവയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണ്, അടച്ചു തീർത്ത മൂലധനം. Part of the uncalled capital which may be called only at the time of liquidation is reserve capital. Reserve capital ആണ് part of the uncalled capital, calling only at the time of liquidation. Capital budgeting, also known as capital budgeting എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇവയൊക്കെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. താഴെ പറയുന്നവയിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലാത്തത് ഏതെന്നാണ്? എക്സ്പാൻഷൻ പ്രോഗ്രാം, അക്വിസിഷൻ ഓഫ് ലോങ് ടേം അസറ്റ്, റീപ്ലേസ്മെന്റ് ഓഫ് ആൻ എക്സിസ്റ്റിംഗ് അസറ്റ്, ഇൻവെന്ററി കൺട്രോൾ. ആൻസർ ഇൻവെന്ററി കൺട്രോൾ ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അല്ലാത്തത്. The study of relationship of various items in the financial statements of one accounting period is called. ഒരു സാമ്പത്തിക വർഷത്തിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലെ വ്യത്യസ്ത ഐറ്റംസിനെ താരതമ്യം ചെയ്യുന്ന രീതി വെർട്ടിക്കൽ അനാലിസിസ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കൽ അനാലിസിസ് ഈസ് മെയ്ഡ് ടു റിവ്യൂ ആൻഡ് അനലൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡാഷ് അക്കൗണ്ടിംഗ് പീരീഡ്. വെർട്ടിക്കൽ അനാലിസിസ് ചെയ്യുന്നത് വൺ അക്കൗണ്ടിംഗ് പീരീഡിലെ വസ്തുതകളെ പരിഗണിച്ചാണ്. When financial statements for a number of years are reviewed and analyzed, the analysis is known as financial statement for a number of years. ഒന്നിൽ കൂടുതൽ വർഷങ്ങളിലെ സ്റ്റേറ്റ്മെന്റ്സ് താരതമ്യ പഠനം ചെയ്യുന്ന രീതിയെ പറയുന്ന പേര് ഹൊറിസോണ്ടൽ അനാലിസിസ് എന്ന് പറയുന്നു. ഹൊറിസോണ്ടൽ അനാലിസിസ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് എ സമ്മറി ഓഫ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് എ സമ്മറി ഓഫ് അക്കൗണ്ട്സ്. അക്കൗണ്ട്സിന്റെ സമ്മറിയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. When ratios are calculated from the financial statements of 1 year, it is known as. ഒരു പ്രത്യേക വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നിന്നും കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോകളെ വെർട്ടിക്കൽ അനാലിസിസ് എന്നാണ് പറയുക. ഹൊറിസോണ്ടൽ അനാലിസിസ് ഈസ് ആൾസോ നോൺ ആസ്. ഹൊറിസോണ്ടൽ അനാലിസിസിന്റെ മറ്റൊരു പേര് ഡൈനാമിക് അനാലിസിസ് എന്നാണ്. ഡൈനാമിക് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസ് ഈസ് സിഗ്നിഫിക്കന്റ് ഫോർ. ട്രെൻഡ് അനാലിസിസ് ഫോർകാസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്.
ഫോർകാസ്റ്റ് ചെയ്യാനും ബഡ്ജറ്റ് ചെയ്യാനുമാണ് ട്രെൻഡ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. The statement prepared to disclose accounting information are known as statement prepared to disclose accounting information disclose ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേര് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. Dash helps to disclose financial position. ഫിനാൻഷ്യൽ പൊസിഷനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലഭിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. The statistical yardstick that provides a measure of the relationship between two accounting figures is called the accounting ratio. Equity includes equity capital plus preference share capital plus reserve and surplus minus fictitious asset. അതാണ് equity. Accounting standards in India are issued by Institute of Chartered Accountants of India. ICAI ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഫണ്ട് ഫ്ലോ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫണ്ട് ഫ്ലോ ചേഞ്ച് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് സംടൈംസ് ട്രീറ്റഡ് ആസ് ഡാഷ് ഓഫ് ഫണ്ട്. ഔട്ട്ഫ്ലോ, യൂസ് ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്, നോ ചേഞ്ച് ഓഫ് ഫണ്ട്. Answer: source of fund. When one account is current and another a non-current. When one account is current and another a non-current account, it results in flow of fund എന്നാണ് പറയുക. Accounting Standard 3 refers. Accounting Standard 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. AS3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. A profitable business or government organization with a regular cash flow because of the sustained demand or popularity is called cash cow എന്നാണ് പറയുക. ഒരു ബിസിനസിന്റെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെയോ പോപ്പുലാരിറ്റി കൊണ്ടോ ഡിമാൻഡ് കൊണ്ടോ ക്യാഷ് ഫ്ലോ റെഗുലറായി വരുന്ന പ്രക്രിയയാണ് ക്യാഷ് കൗ എന്ന് പറയുക. ബേസൽ നോംസ് ആർ ഇമ്പോർട്ടന്റ് ഇന്റർനാഷണൽ റെഗുലേറ്ററി സ്റ്റിപ്പുലേഷൻസ്. ഇറ്റ് ഈസ് മെന്റ് ഫോർ വിച്ച് സെക്ടർ? ബേസൽ നോംസ് ബാങ്കിങ് സെക്ടറിലാണ് ഉപയോഗിക്കുന്നത്. ഇൻ ദ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ഓഫ് എ പ്രൊജക്ട് ഡാഷ് പ്രൊവൈഡ് സ്റ്റാർട്ടപ്പ് ഫിനാൻസ്. ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്ന സ്റ്റേജിൽ സ്റ്റാർട്ടപ്പ് ഫിനാൻസായി നൽകുന്നതിനെ പറയുന്ന പേര് വെഞ്ചർ ക്യാപിറ്റൽ എന്നാണ്. കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ആസ് എ ഫുട് നോട്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ് ആസ് പെർ വിച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ? കണ്ടിൻജന്റ് ലയബിലിറ്റീസ് ഷോൺ ആസ് ഫുട് നോട്ട് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഫുൾ ഡിസ്ക്ലോഷർ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇങ്ങനെ ചെയ്യുക. According to business entity concept, the proprietor is dash to the business. Business entity concept പ്രകാരം proprietor ബിസിനസിന്റെ ക്രെഡിറ്റർ ആണ്. Bank provide finance to enterprises on the basis of dash concept. ബാങ്കുകൾ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫിനാൻസ് നൽകുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരമാണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം. The qualitative aspect of the business is not recorded in the books of accounts according to the basic concept of qualitative aspect of business റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. മണി മെഷർമെന്റ് കൺസെപ്റ്റ് പ്രകാരമാണ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്യപ്പെടാത്തത്. Creation of provision for bad debts is based on the concept of ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം കൺസെപ്റ്റ് പ്രകാരമാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അഡ്ജസ്റ്റിംഗ് ഹെഡ് ഡ്യൂ ടു ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് സഹകരണ സംഘങ്ങളിൽ ഡ്യൂ ടു എന്ന ഹെഡ് അർത്ഥമാക്കുന്നത് സസ്പെൻസ് അസറ്റ് ആണ്. സംഘത്തിന് കിട്ടാനുള്ളവ, അതാണ് സസ്പെൻസ് അസറ്റ്. Instead of trading profit and loss account, a non-profit organization prepare an income and expenditure account. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരമായി പ്രിപ്പയർ ചെയ്യുന്നതാണ്
income and expenditure account. Receipts and payments account generally shows dash balance. Receipt and payment account debit balance ആണ് കാണിക്കുക. Credit side balance in income and expenditure account reveals credit side balance excess of income over expenditure. Credit side ആണ് ബാലൻസ് ഉള്ളതെങ്കിൽ കൂടുതലുള്ളെങ്കിൽ excess of income over expenditure. What are the three interrelated areas of finance? ഫിനാൻസിൻ്റെ മൂന്ന് ഇന്റർ-റിലേറ്റഡ് ആയ ഏരിയാസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. Who regarded as a friend, philosopher and guide of the Public Accounts Committee and Committee on Public Undertaking. Friend, philosopher, guide of the Public Accounts Committee എന്നറിയപ്പെടുന്നത് CAG ആണ്, Controller and Auditor General. Dash is a formal accounting system set up for recording cost. Formal cost റെക്കോർഡ് ചെയ്യാനുള്ള ഫോർമൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തെ പറയുന്ന പേര് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്നാണ്. The capital with which a company is registered is called capital. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തുന്ന ക്യാപിറ്റൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്നാണ്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ. കൺസൈൻമെന്റ് അക്കൗണ്ട് ഈസ് വിച്ച് ടൈപ്പ് ഓഫ് അക്കൗണ്ട്? കൺസൈൻമെന്റ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് ആണ്. മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് ഫോർ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഈസ് ബൈ വേ ഓഫ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഫണ്ട് എന്നുള്ളത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. യൂഷ്വൽ മെത്തേഡ് ഓഫ് ഫിനാൻസിങ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ബൈ നബാർഡ് ഈസ് ബൈ വേ ഓഫ്. നബാർഡ് സഹകരണ സംഘങ്ങൾക്ക് നൽകുന്ന ഫിനാൻസിനെ പറയുന്ന പേരാണ് റീഫിനാൻസ് എന്നുള്ളത്. കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് എ സൊസൈറ്റി in cooperative accounting system is dash statement. Consolidated summary of ledger account. Ledger account ഒരു consolidated summary അറിയപ്പെടുന്ന പേര് R&D statement എന്നാണ്. Receipt and disbursement statement. Bill of exchange before acceptance is called bill of exchange before acceptance. ഡ്രാഫ്റ്റ് ആണ്. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതൊരു ഡ്രാഫ്റ്റ് ആണ്. Kerala Grameen Bank is an example of dash type of bank. Kerala Grameen Bank RRB ആണ്, Regional Rural Bank. The refund check issued by the Income Tax Department is valid for a period of. Income Tax Department ഇഷ്യൂ ചെയ്യുന്ന റീഫണ്ട് ചെക്കിന്റെ കാലാവധി 90 ദിവസം തന്നെയാണ്. 90 ദിവസം. Securities issued by government are called. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിയെ പറയുന്ന പേര് ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ് എന്നാണ്. ഗിൽറ്റ് എഡ്ജഡ് സെക്യൂരിറ്റീസ്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദാൻ അക്യുമുലേറ്റഡ് ലോസസ് ഈസ്. ടോട്ടൽ ഓൺ ഫണ്ട് ലെസ് ദ അക്യുമുലേറ്റഡ് ലോസസ് ഈസ് നെറ്റ് ഓൺ ഫണ്ട് എന്നാണ് പറയുക. ടോട്ടൽ ഓൺ ഫണ്ട് ലെസ് അക്യുമുലേറ്റഡ് ലോസസ്, നെറ്റ് ഓൺ ഫണ്ട്. അപ്പോൾ ഇന്നത്തെ 50 ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. അടുത്ത 50 ചോദ്യങ്ങളുമായി വീണ്ടും വരാം. ഏവർക്കും നന്ദി.